സഹനത്തിന്റെ ജേതാവ്, വിന്നർ ഓഫ് എൻഡുറൻസ്. യഹോവയെ സ്തുതിക്കുവിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. സൗമ്യരിൽ സൗമ്യനാം ശ്രേഷ്ഠാചാര്യൻ, അപരിചിതന്മാർക്കും സ്നേഹിതനായി ഡൽഹി മെത്രാസനം വാഴും തിരുമേനി ഇയ്യോബ് മാർ ഫീലക്സീനോ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വാനമ്പാടി അഭിവന്യ ജോബ് മാർ ഫീലക്സിനോസ് തിരുമേനിയുടെ ജീവിതയാത്ര എക്കാലവും മാതൃകാപരവും സ്തുത്യർഹവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മത്താൽ ധന്യമാക്കപ്പെട്ടത് കണിയാന്തര കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ട കോവൂർ ശാഖയിൽ പുളിന്തറ കുടുംബമായിരുന്നു. പൌരാണിക കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മതപരമായ രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങളുടെ തറവാട്ടിലായിരുന്നു ജനനം. ശ്രീമാൻ കോശി പുളിന്തറയുടെ പുത്രനായ ശ്രീ തോമസ് അരുമപ്പെട്ടിയിലിന്റെയും കല്ലാശ്ശേരി ശ്രീമാൻ ഫിലിപ്പോസിന്റെ മകളായ അച്ചാമ്മയുടെയും 6 മക്കളിൽ ഇളയ പുത്രനായാണ് അദ്ദേഹം ജനിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ സമാധാനത്തിന്റെ കാവൽ മാലാഖയായി നിലകൊണ്ട 3-ാം കാതോലിക്ക പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ സഹോദരനായിരുന്നു ശ്രീ ഫിലിപ്പോസ് കല്ലാശ്ശേരി. കുടുംബ പാരമ്പര്യവും മലങ്കര സഭയുടെ ആത്മീയ ജീവിതത്തിന്റെ കരുത്തും പിതൃശ്രേഷ്ഠരുടെ മാതൃകാ ജീവിതങ്ങളും പാരമ്പര്യ ആചാരനിഷ്ഠകളും സഭയെക്കുറിച്ചുള്ള ആഴമേറിയ അറിവും സഭയ്ക്കായി ജീവിതം സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. മാമച്ചൻ എന്ന നാമത്തിൽ മേപ്രാൽ സെന്റ് ജോൺ സ്കൂളിലും പെരിങ്ങര PMV സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കളങ്കരഹിതമായ ബാല്യകൌമാരങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പൌരോഹിത്യ ജീവിത വഴിത്താരയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കർമ്മനിഷ്ഠയും ചിട്ടയായ ജീവിതശൈലിയും അദ്ദേഹത്തെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. 16-ാം വയസ്സിൽ പത്തനാപുരം മൌണ്ട് താബോർ ദേറയുടെ പടികൾ നടന്നു കയറാൻ അദ്ദേഹം പ്രാപ്തനായി. ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെ സ്വാധീനിച്ചത് മാതാവ് തന്നെയായിരുന്നു. മാതാപിതാക്കളുടെ ഇളയ പുത്രനായിരുന്നതുകൊണ്ട് ഏറെ സ്നേഹവാത്സല്യങ്ങൾക്ക് അദ്ദേഹം പാത്രീഭൂതനായി. തന്റെ ഭൌതികവും ആത്മീയവുമായ ജീവിത വഴിത്താരയിൽ ശിക്ഷണവും കരുതലും ലഭ്യമായത് മാതാവിലൂടെയായിരുന്നു. തന്റെ മാതാവിന്റെ വിശ്വാസ ജീവിതത്തിന്റെ മുലപ്പാൽ മാധുര്യം ആത്മീയ ജീവിതത്തിലേക്ക് പദമൂന്നുവാൻ അദ്ദേഹത്തെ ഏറെ സഹായിച്ചിരുന്നു. സഭാജീവിത സമർപ്പണത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ആ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടുകൂടിയാണ് തിരുമേനി സ്മരിക്കുന്നത്. പൗരോഹിത്യ വൃത്തിയിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ മാതാവാണ്. എന്റെ മാതാവിന്റെ പിതൃ സഹോദരനായിട്ട് കാലം ചെയ്ത കല്ലാശ്ശേരി പരിശുദ്ധ ഗീവർഗീസ് കാതോലിക്ക ബാവ അപ്പോൾ തിരുമലയിൽ നിന്ന് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനും അതുപോലെയുള്ള ഒരാളായി തീരണമെന്നുള്ള ഉദ്ദേശത്തിൽ പൗരോഹിത്യത്തിൻ്റെ അത്തിൻ്റെ മുറവിലേക്ക് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്.
SLC പാസ്സായി കഴിഞ്ഞ് കുറച്ചാണ് വീട്ടിൽ നിന്നു. ആ അവസരത്തിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ദൈവമായ ശുശ്രൂഷയാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ സമയം കളയാതെ അതിനായിട്ട് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. അതിനോട്ട് അത് അമ്മയോട് പറഞ്ഞു. അമ്മയെ അത് വെച്ചുകൊണ്ട് SLC കുറിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ അമ്മ എന്നെ പരിശുദ്ധ ഭാവത്തിലേക്ക് കൊണ്ടുപോയി. തിരുമേനിയുടെ എനിക്കിനി നിന്നെ നോക്കാനുള്ള സമയമില്ല, എനിക്ക് വയസ്സായി, ഞാൻ എപ്പോഴാണ് മരിച്ചു പോകുന്നറിയാം. തന്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും സഭാസ്നേഹവും ആത്മീയ സമർപ്പണവുമാണ് തന്റെ സഭാജീവിത സമർപ്പണത്തിന്റെ ആദ്യ പ്രചോദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത നേട്ടങ്ങൾ സംഭാവന ചെയ്ത ആദർശധീരനും ലാളിത്യപ്രഭാവനുമായിരുന്ന തോമാമാർ ദിവന്നാസ്യോസ് തിരുമേനിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മാമച്ചന്റെ മനസ്സ് കീഴടക്കിയ മറ്റൊരു വ്യക്തിത്വം. അദ്ദേഹത്തെ ആത്മീയ ഗുരുവായി കണ്ട് ആ ദിവ്യപ്രഭയിൽ നിന്നും വീശിയ വെളിച്ചത്തെ വഴികാട്ടിയായി കണ്ടുകൊണ്ടായിരുന്നു തിരുമേനിയുടെ ഓരോ ചുവടുവെപ്പും. തിരുമേനിയുടെ ശുഭാപ്തി വിശ്വാസവും അചഞ്ചലമായ കർമ്മനൈപുണ്യവും വിശാലമായ ദാനശീലവും എല്ലാം ആ ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബായായിരുന്നു തിരുമേനിയെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം. അദ്ദേഹത്തെ മാതൃകാപുരുഷനായി കണ്ട് ചെറുപ്പത്തിൽ തന്നെ ആ കാലടികളെ പിന്തുടരുവാനായിരുന്നു തിരുമേനിക്ക് താൽപര്യം. 16-ാം വയസ്സിൽ താബോർ ദേറയിലെത്തിയ മാമച്ചനെക്കുറിച്ച്, ഇവനെ എന്റെ മകനെപ്പോലെ കണ്ട് നിഷ്ഠയോടെ വളർത്തണമെന്ന് ബാവാ തിരുമേനി പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആ വടവൃക്ഷത്തിന്റെ ശക്തമായ തണൽ എന്നും തനിക്കുണ്ടായിരുന്നതായി ഫിലക്സിനോസ് തിരുമേനി അനുസ്മരിക്കുന്നു. ഈരാശ്രീശുവിൻ്റെ അടുത്തേക്ക് അയച്ചു. അവിടെ ഞാൻ പത്തനാപുരം താബോർ അംഗമാണ്. താബോർ ദേറയിലെത്തിയ തിരുമേനി ആംഗലേയ ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടുകയും അവിടെ ഹോസ്റ്റൽ വാർഡൻ, കോളേജ് അധ്യാപകൻ തുടങ്ങി വിവിധ നിലകളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. കലാലയ ജീവിതത്തിൽ മാതൃകാ അധ്യാപകനായും സന്യാസ ജീവിതത്തിൽ സ്വയം ഉരുകുന്ന മെഴുകുതിരിയായും അദ്ദേഹം നിലകൊണ്ടു. ദൈവവേലയ്ക്കായി സ്വയം സമർപ്പിച്ച തിരുമേനി 1956 മെയ് 26-ന് പത്തനാപുരം മൌണ്ട് താബോർ ദേറയിൽ വെച്ച് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവയിൽ നിന്നും ഷെമ്മാശപട്ടം ഏൽക്കുകയും 1962 പരുമലയിൽ വെച്ച് പൂർണ്ണ ഷെമ്മാശപട്ടവും 1972 മെയ് 11-ന് പൌരോഹിത്യസ്ഥാനവും സ്വീകരിച്ചു. 8 വർഷക്കാലം മാതൃഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിനു വേണ്ടി മേപ്രാൽ സെന്റ് ജോൺസ് ഇടവക 2010 പടുത്തുയർത്തിയ സപ്തതി മന്ദിരം അവരുടെ സ്നേഹോപഹാര മന്ദിരമായി എന്നും തലയുയർത്തി നിൽക്കുന്നു. ൽ മലങ്കര അസോസിയേഷൻ അദ്ദേഹത്തെ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും 1990 മാർച്ച് 31-ന് പരുമലയിൽ വെച്ച് റംബാൻ സ്ഥാനം സ്വീകരിക്കുകയും 1991 ഏപ്രിൽ 30-ന് എപ്പീസ്കോപ്പയായി വാഴിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ഡൽഹി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത അഭിവന്യ പൌലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ സഹായമെത്രാനായി 1991 ജൂലൈ 17-ന് ചുമതലയേറ്റു. എന്നാൽ അനാരോഗ്യം മൂലം 1993-ൽ അദ്ദേഹം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 2002 ഓഗസ്റ്റ് 27-ന് മലങ്കരയുടെ 6-ാം കാതോലിക്ക അഭിവന്യ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായാൽ കോട്ടയം ദേവലോകം അരമനയിൽ വെച്ച് മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്യപ്പെടുകയും തുടർന്ന് 2002 സെപ്റ്റംബറിൽ ഡൽഹി ഹൌസ് ഖാസ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് സുന്ദർണീസോ ശുശ്രൂഷയും നടത്തപ്പെട്ടു. കോൺഗ്രിയേഷനുകൾക്കും രൂപം നൽകിയ തിരുമേനി ധാരാളം ദേവാലയങ്ങളും കൽക്കുരിശുകളും ആതുരാലയങ്ങളും കൂദാശ ചെയ്തിട്ടുണ്ട്. ദേവാലയം നിങ്ങളേവരും കൂടെ ശ്രമിച്ചതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ സംഭാവനകൾ കൊണ്ട് പണിയപ്പെട്ടിട്ടുള്ളതാണ് ദേവാലയം. പിന്നെ അതിന്റെ ആരോഗ്യവും
അതിൻ്റെ അധികാരവും എല്ലാം സഭയിലാണ്. സഭയുടെ മേൽപ്പട്ടക്കാരനാൽ അത് കൂദാശ ചെയ്യുമ്പോൾ അത് സഭയുടെ ഭാഗമായി തീരും. ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിൽ മഹിളാ സാന്നിധ്യത്തിന് തുടക്കം കുറിക്കുകയും മലങ്കര സഭയിലെ ഏറ്റവും നല്ല ഭദ്രാസനത്തിനുള്ള പ്രസിഡൻഷ്യൽ അവാർഡ് ഏറ്റുവാങ്ങാൻ കരുത്തേകുകയും ഡയസ്പോറ എന്ന പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ശാന്തിഗ്രാമം തുടങ്ങിയ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന തിരുമേനിയുടെ പ്രവർത്തന ശൈലി ഡൽഹി ഭദ്രാസനത്തിന്റെ സമഗ്ര മേഖലയിലും സ്വർണത്തിന് സുഗന്ധമെന്ന പോലെ മാറ്റുകൂട്ടുന്നു എന്ന വസ്തുത ശ്ലാഘനീയമാണ്. ഡോക്ടർ പൌലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് ഏർപ്പെടുത്തി ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് സമ്മാനിപ്പിച്ച് മലങ്കര സഭയുടെ യശസ് വാനോളം ഉയർത്തുവാൻ അദ്ദേഹം തെല്ലൊന്നുമല്ല യത്നിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനം മുഖേന പ്രവർത്തിച്ചുവരുന്ന ഡോസിബ് എന്ന സംരംഭം മലങ്കര സഭയിൽ തന്നെ പ്രശംസനീയമായ സ്ഥാനം നേടിയിരിക്കുന്നു. ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളെ സഭാതലത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഡോസിബ് ഏറെ സഹായകമായി. മറ്റൊന്ന് തിരുമേനിയുടെ സ്വപ്ന സാക്ഷാത്കാര ഭൂമിയായ ശാന്തിഗ്രാം മിഷൻ പ്രോജക്റ്റാണ്. ഇത് ഹരിയാനയിലെ മണ്ടാവാർ ഗ്രാമവും അതിനോട് ചേർന്ന് കിടക്കുന്ന 10 ഗ്രാമങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ശാന്തിഗ്രാം മിഷൻ പ്രോജക്ടിന്റെ പൂർണ്ണ വികസനം അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിവാഞ്ഛയാണ്. തന്റെ മുൻഗാമികളായിരുന്ന സന്യാസ ശ്രേഷ്ഠന്മാർ കാട്ടിക്കൊടുത്ത പാതയിലൂടെ സഞ്ചരിച്ച് ഡോക്ടർ പൌലോസ് മാർ ഗ്രിഗോറിയോസ് കണ്ടെത്തിയ ആരാവല്ലി റിട്രീറ്റ് സെന്റർ ഓർത്തഡോക്സ് സഭയ്ക്കായി ശാന്തിഗിരി എന്ന പേരിൽ യാഥാർത്ഥ്യമാക്കി. ഡൽഹി എയർപോർട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ആരാവല്ലി കുന്നിൽ ശാന്തിഗിരി എന്ന ഡോക്ടർ പൌലോസ് മാർ ഗ്രിഗോറിയോസ് റിട്രീറ്റ് സെന്റർ പടുത്തുയർത്തിയത് ജോബ് മാർ ഫിലിക്സിനോസ് തിരുമേനിയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. തിരക്കേറിയ ജീവിതയാത്രയിൽ നിന്ന് വേറിട്ട് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ശാന്തസുന്ദരമായ ഈ സ്ഥലം ഇന്ദ്രപ്രസ്ഥത്തിന് വരദാനമായി ലഭിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സും പ്രാർത്ഥനയും കൊണ്ടും മാത്രമായിരുന്നു. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് വേറിട്ട് ശാന്തമായ സ്ഥലത്ത് പ്രാർത്ഥിക്കുവാനായി പോകുമായിരുന്നു. ഇത്തരം ശുഭപ്രതീക്ഷകളും ഈ റിട്രീറ്റ് സെന്ററിനെക്കുറിച്ച് തിരുമേനി വെച്ചുപുലർത്തുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ അതിഥികളായി തലസ്ഥാന നഗരിയിലെത്തുന്ന വിദേശ സഭാതലവന്മാരെപ്പോലും മലങ്കര സഭയുടെ പ്രൌഢിക്കും അന്തസ്സിനും ഇണങ്ങും വിധം യഥോചിതം സ്വീകരിച്ച് തന്റെ സഭയുടെ അന്തസ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിൽ വിശ്വസിക്കുകയും അഭിമാനപുരസരം ഈ സത്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ സഭയ്ക്ക് പ്രതിസന്ധികളിൽ താങ്ങായി നിൽക്കുവാൻ തിരുമേനി ബദ്ധശ്രദ്ധനായിരുന്നു. കേരളത്തിൽ ഈ സഭയ്ക്കുണ്ടാകുന്ന ഏതു ചലനവും സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിന്റെ ചലനങ്ങൾ ഡൽഹിയിലും ഉയർത്തുവാനും അഹോരാത്രം വർത്തിക്കുന്നു. ഭദ്രാസനത്തിന്റെ പ്രവർത്തന മേഖലയിൽ തിരുമേനിക്കൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുവാൻ നിയമിതനായ അഭിവന്യ യൂഹാനോന്മാർ ദിമത്രിയോസിന്റെ വാക്കുകൾ: ഡൽഹി ഭദ്രാസന അഭിവന്യ തിരുമേനിയുടെ വളരെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ നിലവാരത്തിൽ എത്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമേനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾക്കെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്ലാഘനീയമാണ്. 2 ശ്രേഷ്ഠതകൾ എടുത്തു പറഞ്ഞോട്ടെ. ഒന്ന്, ഈ ഭദ്രാസനത്തിന്റെ ഇടവകളെയും ജനസമൂഹങ്ങളെയും വൈദികരെയും വൈകാരികമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവരെ അടുപ്പിക്കുവാനും ഒന്നാക്കി തീർക്കുവാനും അഭിവന്യ ഫീലിക്സിനോസ് തിരുമേനിയുടെ ഒരു വലിയ കഴിവാണ്. പല ഇടവകളിലും സന്ദർശിക്കുമ്പോൾ തിരുമേനി 6, 8, 10, 15 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ സന്ദർശിച്ച് അവിടുത്തെ ജനസമൂഹങ്ങളുമായിട്ടും ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും അവര് തിരുമേനിയുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുന്നത്. വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അങ്ങനെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ തിരുമേനിക്ക്
തന്റെ ആ ഒരു സമീപനത്തിൽ കൂടി നമ്മളുടെ ജനസമൂഹത്തെ, ഈ ഭദ്രാസനത്തിൽ പെട്ടിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ ബന്ധപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല, ഇതര സഭകളിലും മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും ഒക്കെയും തിരുമേനിയുമായിട്ടുള്ള ആ സ്നേഹബന്ധം പുലർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുമേനിയുടെ ജീവിതത്തിന്റെ ഒരു ശ്രേഷ്ഠത തന്നെയാണ്. അത് തന്നെ ഈ ഭദ്രാസനത്തിന്റെ ഒരു നേട്ടവും കൂടിയായിട്ട് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ അടിവരയിട്ട് പറഞ്ഞോട്ടെ. രണ്ടാമതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ശ്രേഷ്ഠതയാണ് കഷ്ടപ്പാടുകളുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ആത്മവിശ്വാസവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും അത് പ്രത്യക്ഷമാകുന്നത് ആ മുഖത്തെ ആ പുഞ്ചിരിയാണ്. ഏതൊരു ക്രിസ്ത്യാനിക്കും, ഓർത്തഡോക്സുകാർ മാത്രമല്ല, ഏതൊരു ക്രിസ്ത്യാനിക്കും പഠിക്കുവാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പാഠമാണ്. ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന പുതിയ ഇടവകകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഇനിയും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത മുന്നിൽ കണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹം എന്നും ശ്രദ്ധാലുവാണ്. സഭാമക്കളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും അവർക്ക് ഒരു കുറവും വരാതിരിക്കുവാനും ഈ ഇടയൻ നന്നായി പണിപ്പെടുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ നിലനിൽപ്പ് പ്രാർത്ഥനയുടെ ശക്തിയിലാണ്. But every privilege goes with a responsibility commensurate with that privilege. പരിശുദ്ധിയുടെ അനുഭവം നമുക്ക് ഈ ദേവാലയത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനം മൂലം അത് മറ്റൊന്നായി തീരരുത്. വിശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. തന്റെ ഗുരുനാഥനായ അഭിവന്യ തോമാമാർ ദിവന്നാസ്യോസിൽ നിന്നും പഠിച്ച പ്രാർത്ഥനാനിഷ്ഠ അനസ്യൂതം പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങൾ ജനങ്ങൾ പിന്തുടർന്നു. ഇത്ര കഠിനമായ രോഗാവസ്ഥയിലും എന്റെ സഭ എന്ന തീഷ്ണതയുള്ള ഫിലക്സിനോസ് തിരുമേനി മലങ്കര സഭയിലെ ഓരോ മക്കൾക്കും മാതൃകയാണ്. നിയോഗപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ച് കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ച് ക്രൂശീകരിക്കപ്പെട്ടു. അവൻ ക്രൂശീകരിക്കപ്പെട്ടു. അവൻ മരിച്ചു കഴിഞ്ഞ ശേഷം അവന്റെ ശത്രുക്കളെല്ലാവരും ആഹ്ലാദിച്ചു. അവൻ കൊണ്ടാടിയിരുന്ന ആ സകല ആശയങ്ങളും അതോടുകൂടി നശിച്ചു എന്നുള്ള ചിന്തയാണ് അവരെ സന്തോഷഭരിതരാക്കിയത്. അവരുടെ എല്ലാ പ്രത്യാശകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നവർക്ക് സന്തോഷവും സമാധാനവും ഈ ദിവസം പ്രദാനം ചെയ്തു. നാമൊക്കെയും ജീവിക്കുന്നത് പലവിധത്തിലുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ്. നമ്മൾ സത്യമായിട്ട് ജീവിച്ച് പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം എപ്പോഴും സ്മരിക്കണം, ഒരു ഉയർപ്പ്, ഒരു സമാധാനത്തിന്റെ ദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏറ്റവും പണ്ഡിതനും വിശ്വപ്രസിദ്ധനുമായിരുന്ന കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ അസിസ്റ്റന്റ് മെത്രാപ്പോലീത്തായുമായും പിന്നീട് ആ ഭദ്രാസനത്തിന്റെ പൂർണ്ണ ചുമതല വഹിക്കുന്ന മെത്രാപ്പോലീത്തായും എന്ന നിലയിൽ മലങ്കര സഭയ്ക്കും അതുപോലെ തന്നെ തലസ്ഥാന നഗരിയിലുള്ള നമ്മുടെ വിവിധ വ്യക്തികൾക്കും സമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനവും നേതൃത്വവും ശ്ലാഘനീയമാണ്. തിരുമേനിയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വിൽ പവറാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ചികിത്സയിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഭരണച്ചുമതല നിർവഹിക്കുവാനുള്ള ഉത്സാഹം ഒരിക്കലും നഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. രോഗശയ്യയിലാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച്
പലരും പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്ത ബോധം, സേവന തൽപരത, ഇതിലൊന്നും അദ്ദേഹം തളർന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഈ കാലഘട്ടത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇടവകകളുമായും അദ്ദേഹത്തിൻ്റെ എല്ലാ പുരോഹിത സ്ഥാനികളുമായും ഒക്കെ നിരന്തര ബന്ധം പുലർത്തുന്നതിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുവാൻ തിരുമേനിക്ക് താല്പര്യമില്ല. സാധാരണ രോഗം വരുമ്പോൾ മനസ്സ് തളരാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രകൃതമല്ല തിരുമേനിയുടേത് എന്ന് തിരുമേനിയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ചുമതലകളുടെ നിർവഹണം, അതിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. ഒരു സന്യാസി ജീവിതം എന്തെന്ന് നല്ലപോലെ രുചിച്ചറിഞ്ഞ ആ ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നു വന്ന ഒരു മേൽപ്പെട്ട സ്ഥാനിയാണ്. സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും താൻ ഒപ്പിയെടുത്തുകൊണ്ട് പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുവാനും അദ്ദേഹം ഉത്സാഹം കാണിക്കുവാറുണ്ട്. അഭിമന്യ തിരുമേനിയുടെ സേവനം മലങ്കര സഭയ്ക്ക് എന്നും വലിയ ഒരു നേട്ടമാണ് ഉണ്ടാകുന്നത്. തന്റെ മുൻഗാമിയായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ള അദ്ദേഹത്തിന്റെ വലിയ സ്നേഹബന്ധം, ആ മുൻഗാമിയെ അനുസ്മരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ അതീവ താല്പര്യം, ഇതൊക്കെ വളരെ വലിയൊരു സവിശേഷതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ മലങ്കര സഭയുടെ യശസ് നമ്മുടെ ഈ രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിക്കുന്നു. നല്ല ആശയസമ്പുഷ്ടമായ സന്ദേശങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളും ഇംഗ്ലീഷ് സാഹിത്യവും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആ വന്യ തിരുമേനി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകൾ ഇവിടെ പ്രസംഗിക്കുന്നു. പത്തനാപുരം ദേറായുടെ ചുക്കാൻ പിടിക്കുന്ന കെ എ എബ്രഹാം അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദേറായ അംഗങ്ങളെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ജ്ഞാനം സമ്പാദിച്ച തിരുമേനി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും ഇംഗ്ലീഷ് വകുപ്പിന്റെ മേധാവി എന്ന നിലയിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിൽ അറിയാവുന്ന കാര്യമാണ്. വളരെ മനോഹരമായ ശബ്ദം, സുറിയാനി ഭാഷയിൽ അദ്ദേഹത്തിനുള്ള അതിയായ ജ്ഞാനം, മനുഷ്യരോടൊക്കെ വളരെ സൗമ്യമായി ഇടപെടുന്നതിൽ ഒരു ജനകീയനായ മെത്രാപ്പോലീത്ത എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഡൽഹിയിൽക്കാരിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെന്നാലൊന്ന് കണ്ണുകുളിർക്ക് കാണാം, അദ്ദേഹത്തോട് സംസാരിക്കും, അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കും. നല്ലതുപോലെ ഞങ്ങൾ ഇടപെടുന്ന സ്നേഹവാനായ ഒരു തിരുമേനി എന്നൊക്കെ പലരും അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവൻ. 2 കൊരിന്ത്യർ 12:9 പറയുന്നു: അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. മാർ ഫിലക്സിനോസ് തിരുമേനിയെ സംബന്ധിച്ച് ഈ 2 വചനങ്ങളും തന്റെ ജീവിതത്തോട് ആന്തരികമായി ബന്ധപ്പെട്ടതും അർത്ഥവത്തുമാണ്. ത്യാഗമനോഭാവത്തോടെയുള്ള ബലിയർപ്പണവും ജീവിതലാളിത്യവും നർമ്മമധുരവും സമന്വയിപ്പിച്ച മറ്റൊരു വ്യക്തി ഭാരത ഓർത്തഡോക്സ് സഭയ്ക്കില്ലെന്ന് നിസ്സംശയം പറയാം. വേദനയുടെ കരാളഹസ്തത്തിന്റെ പിടിയിലമരുമ്പോഴും പ്രാർത്ഥനയുടെയും കരുതലിന്റെയും ഉറപ്പോടെ പാൽപുഞ്ചിരിയുമായി മാനവ സമൂഹത്തിനൊന്നാകെ മാതൃകയായി അപരിചിതരുടെ ഈ സ്നേഹിതൻ വീണ്ടും വീണ്ടും പറയുന്നു: എൻ മനമേ യഹോവയെ സ്തുതിക്ക, ജീവനുള്ള ഞാൻ എന്നും യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. ഈ കീർത്തനം ഭാരത ഓർത്തഡോക്സ് സഭാമക്കളിൽ ഒരു മരീചികയായി അവശേഷിക്കാതെ ഒരു പ്രതിധ്വനിയായി ഉയരട്ടെ. പത്തനാപുരം ദേറയുടെ പടികൾ ഞങ്ങൾ നടന്നിറങ്ങുമ്പോൾ അങ്ങകലെ ചക്രവാളസീമയിൽ
മാരിവില്ല് വിരിഞ്ഞ് ഈ പിതാവിന്റെ പ്രഭയിൽ സന്തോഷം തൂകുന്നുണ്ടായിരുന്നു. ദുരിതപൂർണമായ ജീവിതകാലത്തും സങ്കടമഴയിൽ കുളിച്ചു നിൽക്കാതെ അതിജീവനത്തിന്റെ ഉൾക്കരുത്തുമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഈ വാനമ്പാടി പ്രയാണം തുടരുന്നു. സ്തുതിയുണർവുണ്ടോ നീറയ സേവിതനീ, ഈ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോ നാം അടത്തി നടിയാ നിന്നെ വിളിക്കുന്നു, യൊനയ്ക്കുന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുക.